ആർക്ക് വേണ്ടിയും കാത്തിരിക്കുന്നില്ല എന്ന് അന്നെന്നോട് പറഞ്ഞില്ലേ? സത്യത്തിൽ കാത്തിരിക്കുന്നുണ്ടോ മീനാക്ഷി? കാത്തിരിക്കുന്നു എന്ന് സ്വയം വിശ്വസിപ്പിക്കുകയല്ലേ? അയാൾ വരണമെന്ന് ശരിക്കും മീനാക്ഷി ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരിക്കൽ അയാൾ എന്നൊക്കെ കാത്തിരിക്കാൻ അത്രയ്ക്ക് താൻ അയാളെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛനോടുള്ള കടപ്പാട്, മരിക്കുന്നതിന് മുമ്പ് അച്ഛന് കൊടുത്ത വാക്ക്, അതിനപ്പുറം ആ സ്നേഹത്തിന് വല്ല അർത്ഥമുണ്ടോ? അറിയില്ല, ഒന്നും എനിക്കറിയില്ല. പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ പേടിയായിരുന്നു, ദേഷ്യമായിരുന്നു എനിക്ക് അഖിലിനെ. അപ്പോഴൊക്കെ അച്ഛൻ പറയും, അവന് അച്ഛനും അമ്മയും ആരുമില്ല, നീ വേണം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന്. അപ്പം അയാൾ പാവം തോന്നും. പിന്നെ പിന്നെ അച്ഛൻ പറഞ്ഞ് എപ്പോഴോ ഞാൻ അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അഖിലിൻ്റെ എല്ലാ എക്സെൻട്രിസിറ്റീസും പിന്നെ ഞാൻ സഹിക്കാൻ തുടങ്ങി. എങ്കിൽ പിന്നെ ഈ ഒരു പ്രാവശ്യം കൂടി തനിക്ക് അയാളോട് ക്ഷമിച്ചൂടെ? ഇല്ല, ഇറ്റ് ഈസ് ടു മച്ച്. ഞാനല്ല, അയാളല്ല കുഴപ്പമുണ്ടാക്കിയത്. ഈ ഒരു പ്രാവശ്യം ഞാൻ ക്ഷമിച്ചാൽ ഇനി എന്നും അയാളുടെ മുമ്പിൽ തോക്കേണ്ടി വരും എനിക്ക്. അതായത് തൊമ്മി അഴിയില്ല, ചാണ്ടി മുറുകൂല. ഇനി എൻ്റെ ചോദ്യത്തിന് തൻ്റെ ഉത്തരം ഞാൻ തന്നെ പറയട്ടെ. താൻ ആർക്ക് വേണ്ടിയും കാത്തിരിക്കുന്നില്ല. അയാൾ വരണമെന്ന് ശരിക്കും താൻ ആഗ്രഹിക്കുന്നുമില്ല. എന്തെങ്കിലും അയാൾ വന്നാൽ തന്നെ അച്ഛന് കൊടുത്ത വാക്കിൻ്റെ പേരിൽ ഒരു കടം വീട്ടിൽ പോലെ താൻ അയാളെ സ്വീകരിച്ചേക്കും, ഇല്ലേ? ഗിരീഷ് മീര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും ഞങ്ങൾ എല്ലാവരും തന്നെ ആസ്വദിച്ചു. ഇനി ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ പറഞ്ഞു തരാൻ വിദഗ്ധമായൊരു ജൂറി നമുക്കുണ്ട്, അവരോട് ചോദിക്കാം. വളരെ നന്നായിരുന്നു. അപ്പം നിങ്ങളിത് കുറേ മറ്റുള്ളവർ കുറച്ച് ചെയ്യുന്നത് കാണുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി പരിചിതമായി. തീർച്ചയായിട്ടും. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് കുറേ കൂടി പരിചയം കിട്ടിയാൽ ഒരു പക്ഷേ നന്നായി ഡബ് ചെയ്യാൻ പറ്റും. ഇത് പലപ്പോഴും ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സ്, അയാളുടെ ഇമോഷൻ, ഇതിനൊക്കെ നമുക്ക് കുറേ കൂടി ഇപ്പോൾ ഇത് വെറുതെ ഒരു പീസ് മാത്രമാണ് കാണുന്നത്. അതേസമയം ആദ്യമധ്യാന്തം നമ്മളൊരു കഥാപാത്രം അല്ലെങ്കിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന തന്നെ ഒരു കഥാപാത്രം നിങ്ങൾ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും അയാളുടെ എല്ലാ മനോഭാവങ്ങളും അയാളുടെ സംസ്കാരം ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ബോധ്യവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറേ കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഏതായാലും നന്നായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇവിടെ ഒബ്സർവ് ചെയ്തതിൽ ഞാൻ കാണുമ്പോഴൊക്കെ നിങ്ങൾ ഈ സ്ക്രിപ്റ്റായിട്ട് നടക്കുന്നതും ഈ സ്ക്രിപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഞാൻ കണ്ടത്. അതിൻ്റെ ഫലമാണ് ഇവിടെ കാണാനും സാധിച്ചത്. ഗിരീഷ് നല്ല വോയിസാണ്, നല്ല മോഡുലേഷനുണ്ട്. പയറ്റിത്തഴിഞ്ഞ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഹസ്കി വോയിസ് ഇട്ട് കളിക്കാൻ പറ്റുള്ളൂ. ആൻഡ് യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. മീര ആക്ച്വലി നമ്മൾ ഈ ഗ്രൂമിങ് സെക്ഷനിലെ ഡബ്ബിംഗ് ഗ്രൂമിങ്ങിൽ ഞാൻ കണ്ടതിനേക്കാൾ 10 മടങ്ങ് നന്നായി. മീരയുടെ ഒരു ചെറിയ നോസ്ട്രൽ വോയിസാണ്, അനുനാസിക ആണ് കൂടുതലും മീരയ്ക്ക് സ്വാഭാവികമായിട്ടും ഉള്ളത്. അതിനെ തരണം ചെയ്യാൻ നമ്മൾ ഡബ്ബിങ്ങിൽ ശ്രമിച്ചിരുന്നു. അത് അവിടെ അത്ര കൊണ്ട് വിജയിച്ചിരുന്നുമില്ല. ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. മീര ആ ക്യാരക്ടറിന് കൊടുത്ത ടോണും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയതും മീരയുടേതല്ലാത്ത ഒരു ശബ്ദമാണ് എനിക്കും ഇവിടെ ഉള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയത്. ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ആബ്സല്യൂട്ട്ലി. It was an excellent performance. ഗിരീഷിൻ്റെ വെരി ഫസ്റ്റ് പെർഫോമൻസ് വന്നപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞ കാര്യം യുവർ വോയിസ്, യു ഹാവ് ഗോട്ട് എ വെരി ഗുഡ് വോയിസ്, ബേസ് വോയിസ്, നല്ല ഇതെന്ന് പറഞ്ഞു. പിന്നെ ഗിരീഷിൻ്റെ ആ ലിപ്സിങ്കും നമ്മൾ ആ പിക്ചർ നോക്കുമ്പോൾ ഉള്ള ആ ലിപ്സിങ്ക്, ഡയലോഗ് മോഡുലേഷൻ, ടൈമിങ്, പിന്നെ വന്നിട്ട് ആ ഹസ്കി ആയിട്ടുള്ള ആ ഇൻ ബിറ്റ്വീൻ ദ ഡയലോഗ് ജയറാം ആ ബ്രീത്തൊക്കെ എടുത്തിട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് ആ എക്സ്പ്രഷൻ ആപ്റ്റായിട്ട് ചെയ്തു. ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. മീര ആദ്യം ഉള്ള കൊച്ചു ഡയലോഗിലൊരു ഇതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ വന്നിട്ട് ആ ലെങ്തി ഡയലോഗ് വളരെ ഭംഗിയായിട്ട് ചെയ്തു.
രണ്ടുപേരും വളരെ നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്.